റേഷൻ കാർഡ് വിവാദത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. പത്തനംതിട്ടയിൽ തത്സമയം. ഈ വ്യാജരേഖ എന്നുള്ള പദം അവിടെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ റേഷൻ കാർഡിൽ പേരും ആ വോട്ടർ ID കാർഡിൽ പേരും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വ്യാജരേഖയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയം പോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ എന്ന് പറയപ്പെടുന്ന 3 പേരെ കൊണ്ട് ഈ ഒരു പരാതി കൊടുക്കും. 2 പേരും ബാംഗ്ലൂരുള്ളവരാണ്, ഒരാൾ വിദേശത്ത് ദുബായിലാണ്. അപ്പോൾ ഈ 3 പേരും കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പം മുൻപോട്ട് വരുന്നത് കൃത്യമായ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൻ്റെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുണ്ട് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ പരാതി എനിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ലയുമായിട്ട്, അപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, എനിക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നവരോട് പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിനും ഇടതുപക്ഷത്തുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് 2016 മുതൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വനിതകലാ സാഹിതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ 2018-19 കാലയളവിലാണ് IPSO എന്ന് പറയുന്ന ദേശീയ സംഘടനയുടെ ഓൾ ഇന്ത്യ പ്രോഗ്രസ് പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗമായത് പത്തനംതിട്ട ജില്ലയിലെ ഡെലിഗേറ്റ് ആയിട്ടാണ്. 2018-19 കാലയളവിലാണ് ഞാൻ അതിൻ്റെ ദേശീയ സമിതിയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ എൻ്റെ അമ്മാവൻ്റെ അമ്മാവിയുടെയും വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ്, അടൂര മണക്കാലയിലെ വീട്. അതിനു മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 2 സ്കൂളുകളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളുകളിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് എൻ്റെ അമ്മാവിയുടെ 2 വാടക വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട് അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കുട്ടികളുടെ ഒക്കെ അഡ്രസ്സിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടത്തായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അഡ്രസ്സിലേക്ക് മാറ്റപ്പെടുന്നത് എല്ലായിടത്തും കാണുന്ന ശൈലിയാണ്. എനിക്കിതൊരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പലയിടത്തും പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളോട് പോലും ഇത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി ഒരു റേഷൻ കാർഡിന്റെ പേര് പറഞ്ഞ് ശ്രീനാദേവിയെ ആരെങ്കിലും മൂക്കിൽ വലിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം ആരെങ്കിലും ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ നൽകിയ പരാതി, ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി നൽകിയ പരാതി, ആ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തില് ശ്രീനാദേവിയെ അങ്ങ് കൊത്തിക്കീറാമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന്, ഇനിയിപ്പോ ദുബൈയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പറവൂരിലാണെങ്കിലും ഏത് അണ്ണാക്കിലാണെങ്കിലും എവിടെയൊക്കെ ഇരുന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അത് സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് അതിനാവൂല എന്നുള്ള കാര്യം ഒരു ആമുഖമായി പറയുക. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, CPI എന്ന പാർട്ടി എത്രമാത്രം ഒരു അധപ്പതിച്ച പാർട്ടിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതേ അഡ്രസ്സ് വെച്ചിട്ടാണ് CPI-കാരൻ ശ്രീനാദേവി കുഞ്ഞമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്നതും മത്സരിപ്പിക്കുന്നതും. 2021 സ്ഥാനാർത്ഥിയാക്കിയതും ഇതേ അഡ്രസ്സ് വെച്ചിട്ടാണ്. 2026 അവര് കോൺഗ്രസ്സുകാരിയായപ്പോൾ ആ അഡ്രസ്സ് കുഴപ്പമായി. ഇവിടെ അഡ്രസ്സൊക്കെ പലരുടെയും മാറും അല്ലേ? അഡ്രസ്സ് പലതവണ മാറും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അഡ്രസ്സൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള പണികൾ ആരാണെങ്കിലും, ഇനി CPI ആണെങ്കിലും ശരി, അതല്ല മറ്റു പല വേശ്യകളാണെങ്കിലും ശരി, ആരാണെങ്കിലും അതിനു വേണ്ടിയൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു യുവ നേതാവിനെ നിങ്ങൾ അത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്,
രാഷ്ട്രീയപരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഇവിടെ CPIയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയുമോ? ശ്രീനാദേവി കുഞ്ഞമ്മ CPIയിലായപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയെ എല്ലാവരും അറിയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ CPI വിട്ടപ്പോഴാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞ് CPI വിടുന്നു, മാത്രമല്ല കോൺഗ്രസ്സുകാരിയാവുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിന്റെ വേദികളിൽ സജീവമാകുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോ കോൺഗ്രസിലെത്തിയ ശ്രീനാദേവിക്ക് വലിയ പരിഗണനയാണ് ലഭിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം NDTVയുടെ ഒരു കോൺക്ലേവ്, എന്താണ്, പ്രീ എലക്ഷൻ കേരളം എന്നോ അങ്ങനെന്തോ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺക്ലേവ്. ആ കോൺക്ലേവിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സംസാരം കേട്ടിട്ട് ഞാൻ ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ ആ ഒരു ക്ലിപ്പ്, ഈ കോൺക്ലേവിൽ സംസാരിച്ചതിന്റെ ഒരു ക്ലിപ്പ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ ക്ലിപ്പിന് താഴെ അനവധി ആളുകളാണ് വന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ CPI ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അവര് കൈവിട്ടു, ഇത്രയും ക്വാളിറ്റിയുള്ള, ഇത്രയും ടാലന്റ് ഉള്ള, ഇത്രയും വലിയ കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെ അവർ കൈവിട്ടു എന്ന രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ പുകഴ്ത്തിക്കൊണ്ട് ജനം എത്തുന്നത് കാണുന്നത്. സ്വാഭാവികമായിട്ടും CPIക്കും ആ രീതിയിൽ ഒരു തിരിച്ചറിവുണ്ടാകും ഇപ്പോ. കാരണം അവര് അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് കൈവിട്ടത് എന്നുള്ളതാണ്. ഇതിന് പല കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഒരു മാണിക്യത്തെ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ഒരു മാണിക്യത്തെ നഷ്ടപ്പെടുത്തി കൈവിട്ടപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നിരന്തരമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. പാർട്ടിയിൽ ഉണ്ടാകുമ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ പാർട്ടിയിലുള്ള CPIയുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയെ CPI വേട്ടയാടിയിട്ടുണ്ട് അധികാരത്തിന് വേണ്ടി. ഈ പറയുന്ന പാർട്ടിയിലെ കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്തതിന്റെ പേരില്, പാർട്ടിയിലെ തെമ്മാടിത്തരത്തിനെ ചോദ്യം ചെയ്തതിന്റെ പേരില് 2023 ശ്രീനാദേവി കുഞ്ഞമ്മയെ ഒരു കൊലപാതക കേസിലെ പ്രധാന പ്രതിയാക്കുവാനുള്ള ശ്രമങ്ങൾ CPI നടത്തിയിട്ടുണ്ട്. അന്ന് 2023 അന്ന് രാഹുൽ മാങ്കൂട്ടം വിവാദമില്ല, അന്ന് ശ്രീനാദേവി CPIയിലാണ് ഒക്കെയാണ്. എന്നാലും അന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി, അല്ലേ? അവിടെ മാത്രം അവസാനിച്ചോ? ഇല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 2021 പള്ളിക്കൽ ഡിവിഷനിലേക്ക് മത്സരിക്കുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അഡ്രസ്സ് ഇന്ന് 2026 പള്ളിക്കൽ ഡിവിഷനിലേക്ക് മത്സരിച്ചപ്പോഴുള്ള അഡ്രസ്സും സെയിമാണ്. എന്ന് പറഞ്ഞാൽ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അഡ്രസ്സിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, റേഷൻ കാർഡിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചപ്പോൾ അവിടെ അഡ്രസ്സ് പ്രശ്നമായി, റേഷൻ കാർഡ് പ്രശ്നമായി, ഒക്കെ പ്രശ്നമായി. എനിക്കിതൊന്നല്ല. ഇതിൽ ചില ആളുകൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വലിയ പരിതാപകരം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു കുടുംബ പ്രശ്നം, അതിനെ മുതലെടുത്ത് അവർ കോൺഗ്രസിലേക്ക് മാറിയതിനെ ഒന്ന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് CPI തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അവർ ആ ഒരു റേഷൻ കാർഡിലുള്ള ഇവരുമായിട്ട്, കുടുംബവുമായിട്ട്, എന്തിന് ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി കൊടുത്ത ആളുകളുടെ കസിനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ആ പരാതി കൊടുത്ത ആളുകൾ അവരുടെ സ്വന്തം സഹോദരി ആയിട്ടുള്ള സ്ത്രീയോട് പോലും ഒരു കരുണയും ഒരു സ്നേഹവും കാണിക്കാത്തവരാ. അപ്പോൾ ആ കുടുംബ പ്രശ്നം മാക്സിമം മുതലെടുത്ത് അതിലൂടെ ഒരടി ശ്രീനാദേവിക്ക് കൊടുക്കാമെന്ന് കരുതി CPI ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ചില ആളുകൾ, എനിക്കത് കാണുമ്പോഴാ, ആളെ പേരൊന്നും അറിയുന്നില്ല, ചില ആളുകൾ ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വലിയ ഇത് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ വ്യക്തി ഈ പറയുന്ന പരാതി കൊടുത്ത ആളുടെ പരാതിയും ഒക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ
അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ വിട്ട്, കാരണം ഇത് പറഞ്ഞു ശരിയാവില്ലെന്നേ. നമുക്ക് ശ്രീനാദേവിയുടെ കാര്യം തന്നെ പറയാം. ശ്രീനാദേവിയുടെ കാര്യമാണ് ഇതും. പക്ഷേ ആ ഒരു വഴിക്ക് നമുക്ക് പോകണ്ട. നമുക്ക് വഴികൾ ഒരുപാടുണ്ട്. നമുക്ക് ഈ വഴിക്ക് പോവാം, ആ വഴിക്ക് നമുക്ക് പോകണ്ട. ആ വഴി യാത്ര വേണ്ട. യാത്ര ആ വഴിയാണെങ്കിലും ഈ വഴിയാണെങ്കിലും ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെയാണ്. പക്ഷേ ആ വഴിയുള്ള യാത്ര നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ റേഷൻ കാർഡ് ഇറക്കി കൊണ്ടുവന്ന് പേടിപ്പിച്ച് മൂക്കിൽ വലിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയെ അടിച്ച് മൂലക്കിരുത്താമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഒന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വന്ന് കയറിയിരിക്കുന്ന ഇടമെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവരെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരിടത്തേക്കാണ് അവർ വന്നെത്തി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മയെ സംരക്ഷിക്കാൻ, അവർക്ക് പിന്തുണ നൽകാൻ, അവർക്ക് വേണ്ടി പ്രതിരോധങ്ങൾ ഏർപ്പെടുത്താൻ ഇവിടെ ആയിരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും. അതിനിപ്പോൾ ഏത് CPI-കാരനാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഏത് അന്തംകമ്മി അടിമയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നേരിടാനുള്ളതൊക്കെ നേരിടാൻ തന്നെയാ തീരുമാനം. അതല്ലാതെ പണ്ടേ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ മാപ്പ് പറഞ്ഞവന്റെ കൂട്ടത്തിലും ആ മാപ്പ് പറഞ്ഞവന്റെ കാല് നക്കിയവന്റെ കൂട്ടത്തിലും കോൺഗ്രസ്സുകാരനില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് സംഘപരിവാറുകാരന്റെ ഏർപ്പാടാണ്. ഇനി മാപ്പ് പറഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ കാല് നക്കിയവൻ അത് കേരളത്തിലെ സഖാക്കളുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരൻ എന്തായാലും ഇല്ല. അതുകൊണ്ട് നേരിടാനുള്ളതിനൊക്കെ ഉറച്ച് നേരിടാൻ തന്നെ തീരുമാനം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, മറ്റൊരു മിനിമം ചോദ്യം എന്താണ്? ഇതാണ്. ഓക്കെ, ശരി, നിങ്ങളൊരു കുടുംബ പ്രശ്നം മുതലെടുത്ത്